ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫീച്ചേഴ്സ് കോക്ടെയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നോമ്പ് തുടങ്ങിയതിന് ശേഷം എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് 3-ാം നോമ്പിനെടുത്ത വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഇഫ്താർ പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് രാവിലെ ഞാൻ ആദ്യം തന്നെ പത്തിരി പരത്തി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് പത്തിരിയൊക്കെ ചുട്ടെടുക്കുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം ആ കണക്കാണ് കേട്ടോ ഞാൻ പത്തിരി ഉണ്ടാക്കുമ്പോൾ എടുക്കാറ്. അപ്പോൾ ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ഗ്ലാസ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം അങ്ങനെ വെച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് പത്തിരി നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാനും നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരി കിട്ടും ചെയ്യും കേട്ടോ. വെള്ളം കൂടി പോകുന്നില്ല. അപ്പോൾ ഞാനൊരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കും കേട്ടോ. ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കും. എന്നിട്ട് പിന്നെ നമുക്ക് ചൂടോടെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും. എന്നാലും ഞാനൊന്ന് വെറുതെ ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നോമ്പ് വരുമ്പോഴാണ് കൂടുതൽ നമ്മൾ പത്തിരിയൊക്കെ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഞാനിത് ഇങ്ങനെ പരത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാവും കേട്ടോ. പണിയൊക്കെ എളുപ്പമായി പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മുളക് പുരട്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതും തന്നെ രാവിലെ തന്നെയാണ് ചെയ്ത് വെക്കുന്നത്. പത്തിരി പണി കഴിഞ്ഞതിന് ശേഷം ആണ് ഈ ചിക്കനും ഒന്ന് മുളക് പുരട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ മുളക് പുരട്ടുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ അതും കൂടി 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ വൈകിട്ടാകുമ്പോഴേക്കും ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ മുളകൊക്കെ ചിക്കനിൽ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കറി ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊന്നും സ്കൂളുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയ ആൾക്ക് ചിക്കൻ കറി കൂട്ടിയിട്ട് ചോറ് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ചിക്കൻ കറി രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. രാവിലെ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. വീടൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ കിച്ചണിലോട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോള ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ആ സവോള വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് കട്ട്ലറ്റിനുള്ള തയ്യാറെടുപ്പും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് കട്ട്ലറ്റാണ് സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അടുപ്പിൽ ഞാൻ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഒരു അടുപ്പിൽ കട്ട്ലറ്റിനുള്ള ചിക്കനും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ടൊക്കെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ 2 ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് തക്കാളി നന്നായിട്ട് സോഫ്റ്റായി കിട്ടണം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും പൊടികളാണ് കേട്ടോ ഇതിലോട്ട് ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ്. ഇതിലോട്ട് നമുക്ക് ഇനി ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും 1 ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പം ഞാൻ കറി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കറിക്ക് നല്ല കട്ടി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ കറി ഭയങ്കര ലൂസ് പോലെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ട് നന്നായിട്ട് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല കട്ടി കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒരു 2 വിസിൽ വരുമ്പോഴേക്കും നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് അവിടെ ആവുന്ന സമയം കൊണ്ട് നമുക്ക് കട്ട്ലേറ്റിനുള്ള ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനൊരു വലിയ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതും ഞാനവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ട്ലറ്റിനുള്ള ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിലോട്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ആ ഒരു വലിയ സവാള നമുക്ക് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരുവിധം പണിയൊക്കെ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ നമുക്ക് ഖുർആൻ ഓതണമെങ്കിൽ അതൊക്കെ ചെയ്യുകയും ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു രാവിലെ തന്നെ കുറച്ച് പണിയൊക്കെ ചെയ്ത് തീർക്കണമെങ്കിൽ നമുക്ക് ആ സമയത്ത് കുറച്ച് ഭാരം തോന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ ചിക്കൻ കറി തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഉരുളക്കിഴങ്ങ് മാത്രമായിട്ടൊന്ന് കോരി മാറ്റുന്നുണ്ട്. എന്നിട്ട് തവി വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളെ കറിക്ക് നല്ല കട്ടി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെ കറി ഇവിടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ സവാള എന്തായി നോക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടേണ്ട, ജസ്റ്റ് ആ സവാള ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതിയാവും കേട്ടോ. നന്നായിട്ട് സോഫ്റ്റായി കിട്ടുമൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ സവാളയും വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ പിള്ളേർക്ക് എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല. പിന്നെ കട്ട്ലേറ്റൊക്കെ ആകുമ്പോൾ പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്യുമ്പോൾ അത് കടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ചിക്കൻ ഉണ്ടാവുമല്ലോ, നമുക്കിതിലോട്ട് ചിക്കൻ ഞാൻ ഇടിക്കല്ലിൽ ഇട്ടിട്ടൊന്ന് ഇടിച്ചെടുത്തതാണ്. ആ ചിക്കനും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ രാവിലെയാണ് കേട്ടോ ചെയ്ത് വെച്ചത്. ഇതിപ്പോൾ ഞാൻ അസറക്ക് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിലോട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കട്ട്ലേറ്റ് തയ്യാറാക്കി എടുക്കാമെന്നാണ് കരുതുന്നത്. എല്ലാം ഞാൻ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട്ലറ്റൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് അതേപോലെ തന്നെയാണ് കട്ട്ലറ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അധികം എരിവ് ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. ഞാൻ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർക്കുള്ളൂ. അതും കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ചിക്കൻ മസാലയിലും കുറച്ച് എരിവുണ്ടാവും. അപ്പോൾ ആ എരിവ് മാത്രമേ ഞാൻ തയ്യാറാക്കിയെടുക്കുന്ന കട്ട്ലറ്റിന് ഉണ്ടാവുള്ളൂ കേട്ടോ. പച്ചമുളകും ചേർക്കാറില്ല. എന്നിട്ട് നമുക്കിത് ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുക, ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്തെടുക്കാറ്. ഒത്തിരി എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കില്ല കേട്ടോ. നമുക്ക് കട്ട്ലേറ്റിൻ്റെ സമയം കൊണ്ട് തന്നെ നമുക്ക് പത്തിരിയും ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ ഇവിടെ പത്തിരിയും ഞാൻ ചുട്ടെടുക്കുകയാണ്. ഇനി നമുക്കൊരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈത്തപ്പഴം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് മിക്സിയിലെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് പാൽ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ആപ്പിൾ ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. അതാണ് ആപ്പിളിൻ്റെ കളറൊക്കെ മാറിയിട്ടുള്ളത് കേട്ടോ. ആപ്പിൾ ഗ്രേറ്റ് ചെയ്തതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് നമ്മളെ ചിയാ സീഡും കസ്കസില്ലേ, ചിയാ സീഡോ കസ്കസോ എന്തും ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇനി നമുക്ക് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഡ്രിങ്കും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ പാഷൻ ഫ്രൂട്ട് സിറപ്പ് ഒഴിച്ചിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് അതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ നോമ്പുതുറ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇതിനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക്
നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നേരം താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്, ടേക്ക് കെയർ.